പാടില്ല. ആ തരത്തിൽ അവർ വളർന്നിരിക്കുന്നു. കായംകുളത്തൊരു ദുരന്തമുണ്ടായ ഒരു വർഗീയ കലാപമുണ്ടായ നാടാ ഈഴവ മുസ്ലിം സംഘർഷം. ഒരുപാട് പേർക്ക് അന്ന് നിരവധി ആൾക്കാർ തല്ലുവാങ്ങി. നമ്മുടെ പ്രസ്സിൽ നിന്ന് വിജയം എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാൻ വളരെ ചെറിയ പ്രായത്തില, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സ്ത്രീയെ റോഡിൽ തടഞ്ഞു നിർത്തി, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തടഞ്ഞു നിർത്തി. ഐക്യജംഗ്ഷൻ എന്ന് പറയുന്ന പോത്തുമുക്ക് എന്നറിയപ്പെടുന്ന ഐക്യജംഗ്ഷനിൽ, ഇന്ന് ഐക്യജംഗ്ഷൻ, അന്ന് പോത്തുമുക്കാൻ കാക്കാമാരുടെ കേന്ദ്രമായി. അവിടെ ബസ് തടഞ്ഞു നിർത്തി ചന്ദനക്കുറി ഇട്ടു എന്ന കാരണത്താൽ അവരെ കടപ്പിടിക്കടിച്ചു. ഏതാണ്ട് 4-5 ദിവസം സംഘർഷം വ്യാപകമായി. അവിടെ പ്രസവിക്കാൻ പ്രായമായി നിന്നിരുന്ന ഒരു പശുവിന്റെ അകിട് വെട്ടിക്കളഞ്ഞു. അത്ര ക്രൂരമായ പ്രവൃത്തി ചെയ്തു. അവസാനം പോലീസ് ഇടപെട്ടു. പുതുപ്പള്ളിയിൽ കുറെ ഈഴവരിറങ്ങി അവർക്കെതിരെ പ്രവർത്തനം തുടങ്ങി, അവരെ തല്ലാൻ തുടങ്ങി. അങ്ങനെയാണ് തീർന്നു. ആ സംഘർഷം അനുഭവിച്ചവരും അതിൽ ബന്ധപ്പെട്ടവരും ഇന്നും ജീവിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു സ്ഥലമാണ് കായംകുളം. അവിടെ നമ്മുടെ സംഘടനാ ശക്തി ബോധ്യപ്പെടുന്നു. ഇന്നുച്ചയ്ക്ക് അവരുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അത് നിങ്ങളുടെ ഘോഷയാത്ര വരുന്ന റൂട്ടും തരണം, നിങ്ങൾക്ക് ആവശ്യമായ വെള്ളവും ലഘുഭക്ഷണങ്ങളും ഒക്കെ ഞങ്ങൾ നൽകുക. ഞാൻ പറഞ്ഞ നല്ല കാര്യം. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ സംഘടനാ പ്രവർത്തനം അപ്പം നമ്മുടെ ആൾക്കാരോട് കൊടുക്കുന്നു. ഇതിനകത്ത് നിൽക്കുന്ന റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പൊ അവർ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നവര് അവരുടെ ഉന്നതാധികാര സമിതി തീരുമാനിച്ചു ഈഴവരുമായി ചേർന്ന് പോകണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് നമ്മുടെ സംഘടനാ പ്രവർത്തനം. അപ്പൊ ആ പ്രവർത്തനം അത് നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ ശക്തമായി വന്നു എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ 20-ാം തീയതി നടക്കുന്ന ഘോഷയാത്രയിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണം. മുഴുവൻ ആൾക്കാരും പങ്കെടുക്കണം. നമ്മൾ പങ്കെടുത്താൽ പോരാ, നമ്മുടെ അയലത്ത് ഇപ്പം ഈ മീറ്റിംഗ് വരാത്ത ആൾക്കാർക്ക് അവരെ കണ്ട് നമ്മൾ സംസാരിക്കണം. അതിന് ശാഖാ സെക്രട്ടറി പ്രസിഡന്റൊന്നും പറയണമെന്നില്ല. നിങ്ങൾ സ്വയം അവരെ വിളിച്ചുകൊണ്ട് വരണം. നിങ്ങൾ നിർബന്ധമായി പങ്കെടുക്കണം. നമ്മുടെ നിലനിൽപ്പിൻ്റെ നമ്മുടെ അവസാന പോരാട്ടമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി ഇതൊരു വലിയ പരിപാടിയാക്കി മാറ്റണം എന്നാണ് എനിക്ക് ആ കാര്യത്തിനോട് സൂചിപ്പിക്കുന്നത്. അതിനുവേണ്ടിയുള്ള യോഗമാണ് എല്ലാവരും നടന്നു വരുന്നത്. അപ്പോൾ അത് ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ ജന്മം നൽകി നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മൾ സമ്പാദിച്ച സ്വത്തുക്കൾക്കും സംരക്ഷിക്കാൻ കഴിയും. ഞാൻ നേരത്തെ പോലീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അന്ന് കായംകുളത്ത് കലാപമുണ്ടായപ്പം പോലീസുകാർ നിഷ്പക്ഷമായി നിന്ന് അടിച്ചമർത്തി, 2 ഭാഗത്തെ ഒരുപോലെ അടിച്ചമർത്തി. പക്ഷേ ഇന്ന് സംഘർഷം ഉണ്ടായാൽ പോലീസുകാർ, മുസ്ലിം പോലീസുകാർ ആ പക്ഷത്തേക്ക് നിൽക്കും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. നമുക്ക് നീതി ലഭിക്കത്തില്ല. നമുക്ക് നീതി പാലകടയിൽ നിന്ന് നീതി ലഭിക്കാതെ വരും. അങ്ങനെ വരുമ്പം നമ്മൾ സംഘടിതരായി നിൽക്കണം. നമ്മൾ ഒറ്റക്കെട്ടായ ഒരു മനസ്സോടെ നിന്നാൽ നമുക്ക് കുറേ കാലമെങ്കിലും വലിയ പരിക്കില്ലാതെ ജീവിച്ചു പോകാൻ സാധിക്കും. ഇതിൻ്റെ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ ചെല്ലുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന മുസ്ലിങ്ങളെ മാത്രം ഇങ്ങനെ പറയുന്നു. അവരാണ് നമുക്ക് ശക്തമായി പ്രവർത്തിക്കുന്നത്. കായംകുളത്ത് ബോട്ടിയേറ്റിൽ നമ്മുടെ സ്ഥലമുണ്ടല്ലോ, ആഡിറ്റോറിയം പുറമ്പോക്ക് സ്ഥലത്ത് കയ്യേറി നമ്മൾ വെച്ചതാണ്. ആ ഘട്ടത്തിൽ എല്ലാവരും കയ്യേറി. നമ്മൾ മാത്രമല്ല കയ്യേറിയത്. കായംകുളം പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് കുരിശ് സ്ഥാപിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ കുറെ സ്ഥലം കയ്യേറി. ഈ ചേരാവിളിൽ കുറെ സർക്കാർ ഭൂമി കയ്യേറി എത്തിങ്കാനെ തുടങ്ങി. ആ സമയത്താണ് നമ്മൾ കയ്യേറിയത്. ആ കയ്യേറിയ ഭൂമി ഈ നിമിഷം വരെ നമുക്ക് പതിച്ചു കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു ബുദ്ധിമോശം സംഭവിച്ചു. നമ്മൾ ഈ റോഡ് പുറമ്പോക്കാം, ഇറിഗേഷന്റെ വക സ്ഥലമാണ്. അപ്പം അത് പതിച്ചു തരാൻ ഗവൺമെന്റ് പറഞ്ഞു. അതിന്റെ തർക്കവും കേസുമായിട്ട് നടക്കാം. അവിടെ അത് പൊളിച്ചു തീർക്കണമെന്നും പറഞ്ഞ് SDP-യും PDP-യും അന്ന് അവിടേക്ക് മാർച്ച് ചെയ്ത് നമ്മുടെ ആഡിറ്റോറിയത്തിലേക്ക് നമ്മൾ കുറെ 10 രൂപയൊക്കെ ആയിട്ട് നമ്മൾ കുറെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് അടവുണ്ട്. പോലീസ് മധ്യത്തിൽ നിന്ന് ഏതാണ്ട് 1.5-2 മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സംഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. പിന്നെ പോലീസ് അവരെ പുറത്താക്കി. അങ്ങനെ പോയി. അപ്പൊ നമുക്കെതിരെ അന്ന് മുതൽ ഇന്ന് വരെ ആ സംഘടനാ തലത്തിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവരുടെ യഥാർത്ഥ ശത്രു ഈഴവരാണെന്നാണ്. കാരണം മറ്റേതെല്ലാം ഇച്ചിരിച്ച് അങ്ങ് കൊട്ടും ദേവരും ചിച്ചല്ല. അതുപോലല്ല, നമ്മളാണ് മഹാഭൂരിപക്ഷം. പക്ഷെ പാർട്ടികളിലൊക്കെ നമ്മുടെ ജോലി എന്താ? നേർച്ചക്കോഴിയെ പോലെ നിർത്തിയിരിക്കുക. പോസ്റ്റ്മോർട്ടയ്ക്കും പച്ചതേക്കും അല്ലാതെ ഏതെങ്കിലും ഒരു മുന്നോട്ട് ഉയർന്നു വന്നിട്ടുണ്ടോ? ഉയർന്നു വരുന്നില്ല. കാരണം എപ്പോൾ വേണേലും പാർട്ടി പുറത്താക്കാവനെ. ഈഴവനെ എപ്പോഴും പാർട്ടി പുറത്താക്കാം, ചോദ്യം ചെയ്യാനാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളിനെ പോലും ഒരു പാർട്ടിയിൽ നിന്നും പുറത്താക്കത്തില്ല. കാരണം അവനെ ചോദ്യം ചെയ്യാൻ ആളുണ്ട്. അവന് ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് അവനെ മുന്നോട്ട് നയിക്കുമ്പം നമ്മുടെ ആൾക്കാർ പിന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ഈ പരിസരത്തെയും തിരിച്ചറിയാൻ പറ്റാത്ത കാലം അവിടെ കുട്ടികൾക്ക് ഭക്തി കൊടുക്കണം, ദൈവഭയം ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ അവർ നേരായ വഴിയിലൂടെ പോകൂ. ഇല്ലെങ്കിൽ മയക്കുമരുന്ന് അഡിക്റ്റാവും. അവരെയൊക്കെ നമ്മുടെ സമൂഹത്തിന് നമുക്കും നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. അവരെ ഈശ്വര ഭക്തിയുള്ളവരെ വളർത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ വാർദ്ധക്യത്തിൽ എന്തെങ്കിലും
ഉപദ്രവമില്ലാതെ, സഹായമില്ലെങ്കിൽ ഉപദ്രവമില്ലാതെ നമുക്ക് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളെ വലിയ ബുദ്ധിമുട്ടനുഭവിക്കുന്നു. ഇപ്പം കണ്ടില്ലയോ, ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ ബംഗാളികളെന്നും പറഞ്ഞ് കേരളത്തിൽ നമ്മുടെ ഗവൺമെൻറ് അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് സ്വീകരണം കൊടുത്തിരിച്ചിട്ടുണ്ട്. ആ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിനുണ്ട് കേരളത്തിൽ. അത് ആ രാജ്യത്തെ ക്രിമിനലുകളാണ് കൂടുതലും. അവരുടെ ഇടയിൽ SDP എന്ന് പറയുന്ന മതതീവ്രവാദ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിൽ ഒരു വീട്ടമ്മയെ വീട് കയറി ആക്രമിച്ചു. അവിടെ വീടെടുത്ത് വാടകയ്ക്ക് നൽകിയ 15 പേരോളം അവിടെ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി. ആ അമ്മ ചോദ്യം ചെയ്തു. ആ ഗേറ്റ് ചവിട്ടി പൊളിച്ച് അകത്ത് കയറി അമ്മയെ മൃഗീയമായി മർദ്ദിച്ചു. പത്രത്തിൽ വായിച്ചില്ല. ഇത് തമിഴ്നാട്ടിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റുമോ? ആന്ധ്രാപ്രദേശിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റുമോ? നൽകിക്കൊണ്ടിരിക്കുകയാണ്. 1920 നടന്ന മലബാർ കലാപം നിങ്ങൾ കേട്ടിട്ടില്ലേ? മലബാർ ലഹള. അവിടെ രാഷ്ട്രീയം നോക്കിയല്ല, മതം നോക്കി എല്ലാവരെയും കൊലപ്പെടുത്തി. അതുപോലൊരു സുപ്രഭാതത്തിൽ ഈ ക്രിമിനലുകളും ഈ കേരളത്തിൽ താമസിക്കുന്ന മത തീവ്രവാദികളുടെ ഒരു ദിവസം വിചാരിച്ച നമ്മുടെ ഈ വീടിന്റെ കഥക്ക് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി ആയുധം വെച്ച് നമ്മളെ ഇല്ലാതാക്കും. അത് അധിക ദൂരമൊന്നും പോകത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സംഘടനയെ ശക്തിപ്പെടുത്തണം. ആറാട്ടുപുഴ വേലായുധപ്പണിക്കരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ധീരനായ ഈഴവ യുവാവായിരുന്നു ആറാട്ടുപുഴ വേലായുധപ്പണി. കായംകുളം കമ്പോളത്തിലേക്ക് വന്നു. കായംകുളം കമ്പോളത്തിൽ ഹിന്ദുക്കളായ സ്ത്രീകൾ സാധനം വാങ്ങാനായി ചെല്ലുമ്പം അവരെ അപമാനിക്കുവാനും ആ അപമാനത്തിന് ഇല്ലായ്മ ചെയ്യുവാൻ അദ്ദേഹം കുതിരപ്പുറത്ത് ആയുധവുമായി വന്ന് നേരിട്ടു. അന്ന് നടന്ന്